ഹായ്, ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കൂടുതൽ കുക്കിംഗ് ഒന്നുമില്ല. പിന്നെ വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അതിനെ ചാട്ടെന്ന് വിളിക്കാം, സാലഡെന്ന് വിളിക്കാം. അപ്പം നമുക്ക് ആ ഐറ്റംസൊക്കെ ഒന്ന് നോക്കാം. ഒരു കോൺ ഞാൻ കുറച്ച് വെള്ളത്തിൽ ഒരു 5-10 മിനിറ്റ് വേവിച്ച് മാറ്റി വെച്ചേക്കുന്നതാണ്, ഡ്രൈ ചെയ്ത് വെച്ചേക്കുന്നതാണ്. രണ്ടാമത്തെ ഐറ്റം കപ്പലണ്ടിയാണ്. കപ്പലണ്ടി കുക്കറിൽ കുറച്ച് വെള്ളത്തിൽ ഒരു 3 വിസിലടിച്ചു, എന്നിട്ട് വേവിച്ച് വെള്ളം തോർത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതിനകത്തേക്ക് വേണ്ട ഐറ്റംസ്: ഒരു ക്യാരറ്റ് പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ഒരു സവോളയുടെ ഹാഫ് കൊത്തി അരിഞ്ഞിട്ടുണ്ട്, കുറച്ച് മല്ലിയില, നാരങ്ങ. പിന്നെ വേണ്ടത് ചാട്ട് മസാല വേണം, കുരുമുളക് പൊടി വേണം, ഉപ്പ് വേണം. അപ്പം നമുക്ക് തുടങ്ങാം, സാലഡ് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് നമുക്ക് കോൺ വേവിച്ച് വെച്ചേക്കണം, സ്വീറ്റ് കോൺ വേവിച്ച് വെച്ചേക്കണം, നമുക്കിതിനകത്തേക്ക് ഇടാം. ഞാനിത് ഒരു കോണാട്ടോ എടുത്തേക്കുന്നത്. ഇനി രണ്ടാമത് കപ്പലണ്ടി വേവിച്ച് വെച്ചിരിക്കുന്നതാണ്, അത് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് പച്ചക്കറികളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ്, തക്കാളി, പച്ചമുളക് ആവശ്യത്തിന് വേണം കേട്ടോ, എരിവൊക്കെ നോക്കിയിട്ട് എടുക്കുക. പിന്നെ സവോള, നമ്മുടെ മല്ലിയില. ഇനി നാരങ്ങ, നമുക്ക് ഒരു നാരങ്ങ ഹാഫ് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് പിഴിഞ്ഞൊഴിക്കാം ഇതിനകത്തേക്ക് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട പൗഡർ ഇടാം. ചാട്ട് മസാലയാണ്, 2 സ്പൂൺ ചാട്ട് മസാല ഇടാം. കുരുമുളക് പൊടിയാണ്, അതൊരു 1/2 സ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് നമുക്ക് ചാട്ട് മസാലയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടു. അപ്പം ഞാൻ ഇച്ചിരി കഴിച്ച് നോക്കിയപ്പോൾ എനിക്കൊരു ഇച്ചിരി ചാട്ട് മസാല കുറവ് പോലെ തോന്നി. അപ്പം ഞാനൊരു കുറച്ചും കൂടി ഇട്ട് കൊടുക്കുവാണേ. പിന്നെ ഉപ്പുമൊക്കെ നോക്കണം, എനിക്ക് ഉപ്പ് കറക്റ്റാണ്. അപ്പം നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ടല്ലേ, ചാട്ട് മസാല ഇട്ട ചാട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാവരും കഴിച്ച് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ഒക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഹെൽത്തി ആയിട്ട് ഒരു ഡിന്നറായിട്ട് ഉപയോഗിക്കാം, ചാട്ടായിട്ട് കഴിക്കാം, സാലഡായിട്ട് കഴിക്കാം. അങ്ങനെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വയറ് നിറയും നമുക്ക്. പിന്നെ വൈകുന്നേരം ഒന്നും കഴിക്കേണ്ടി വരില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനൊരു ശകലം മല്ലിയില മാറ്റി വെച്ചിട്ടുണ്ട്, അതൊന്ന് ഗാർണിഷിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നോക്കിക്കേ, അടിപൊളിയൊരു സലാഡ് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം ട്രൈ ചെയ്ത് നോക്കണേ.